പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പിതാവായ ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നാം യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ്. കാരണം വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 47 വ്യക്തമാക്കുന്നുണ്ട്. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി യേശുവിനെ പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും എല്ലാം നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉള്ളതായിരുന്നു. പിതാവായ ദൈവം നമ്മുടെ ആത്മരക്ഷയ്ക്കായി സ്വപുത്രനെ, അതായത് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ആ യേശുവിൽ വിശ്വസിച്ചാൽ നാം മാത്രമല്ല നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ 12:44 യേശു പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്ന്. ദൈവത്തെ നാം വിശ്വസിക്കുമ്പോൾ ദൈവവചനത്തെയും നാം വിശ്വസിക്കും. വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ടാണ് നാം തെറ്റുകളിലേക്ക് വീണു പോകുന്നതെന്ന് മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24 യേശു പറയുന്നുണ്ട്. റോമ 10:17 വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. റോമ 10:18 സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. ആരെങ്കിലും യേശുവിനെ പറ്റി പ്രസംഗിക്കുമ്പോഴാണ് യേശുവിനെ പറ്റി നാം കേൾക്കുവാൻ ഇടവരുന്നത്. അത് യേശുവിലുള്ള വിശ്വാസത്തിൽ നമ്മെ വളർത്തുകയും ചെയ്യും. യേശു നമുക്കാരാണ്? എന്താണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത്? യേശുവും നാമും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതിനൊക്കെയുള്ള ഉത്തരം നാം കണ്ടെത്തുമ്പോൾ നമുക്ക് ഒരു നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട്, നമ്മുടെ ജീവിതം കൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയും. യേശുവിനെ സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് കഴിയും. പിതാവായ ദൈവത്തെ പ്രസാദിപ്പിച്ച് നിത്യജീവന് നാം അർഹരായി മാറുകയും ചെയ്യും. യേശു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ യേശുവിന് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി. നമ്മുടെ പാപഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് കഠിനമായ പീഡകൾ സഹിച്ച് യേശു കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചത്. യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. യേശുവിൻ്റെ തിരുരക്തമാണ് നമ്മുടെ പാപക്കറകൾ കഴുകി നമുക്ക് വിശുദ്ധി അപ്പോൾ ഉദ്ധാനം ചെയ്ത യേശു നമ്മോടൊപ്പമായി മാറി തിരുവോസ്തിയിൽ എന്നും വസിക്കുന്നുണ്ട്. ജഡികരായി ജീവിക്കുന്നവർക്ക് ഈ ആത്മീയ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനോ സാധിക്കുകയില്ല. നമുക്ക് ആത്മീയമായി വളരാനാണ് നാം ശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.